എന്തുകൊണ്ട് മാതാവ് മരിച്ചുപോയ വിശുദ്ധരും എന്റെ അപേക്ഷ കേൾക്കുന്നില്ല എന്ന എന്റെ ചോദ്യത്തിന് എന്റെ കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് മധ്യസ്ഥരോട് മധ്യസ്ഥം വഹിക്കുന്നതിൽ എടുത്തു വെച്ചിരിക്കുന്ന വചനം കാനായിലെ കല്യാണ വിരുന്നിന്റെ വചനമാണ്. കാരണം മാതാവ് അവിടെ മധ്യസ്ഥം വഹിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മറ്റുള്ളവരുടെ മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ആ തിരുവചനം തന്നെ എടുത്തുകൊണ്ട് കർത്താവ് സംസാരിക്കുവാനായിട്ടിടയായി. മറിയെ വെള്ളം വീഞ്ഞാക്കാൻ എന്ന് കാനായിൽ അന്ന് ആരും മറിയത്തോട് അപേക്ഷിക്കുവാനായിട്ടിടയായില്ല. കാരണം യേശു അത്ഭുതം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യേശു അന്ന് അത്ഭുതം ചെയ്ത ആ നിമിഷം മുതൽ എല്ലാ ജനങ്ങളും എന്റെ യേശുവിന്റെ പക്കലേക്കാണ് അനുഗ്രഹങ്ങളും സൗഖ്യവും നേടിപ്പോയത്. അല്ലാതെ മാതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും മാതാവിന്റെ അടുത്ത് അപേക്ഷ തേടി പോയിട്ടില്ല. അങ്ങനെ ഇവൾ മരിച്ചപ്പോൾ അവളുടെ അപേക്ഷ തേടി പോകണം, അവളുടെ മധ്യസ്ഥം നടത്തണമെന്ന് ഞാൻ ആയിരുന്ന സഭയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം തെറ്റ് എന്ന് അംഗീകരിക്കാനുള്ള കൃപ എന്റെ കർത്താവിലേക്ക് തരുവാനായിട്ടിടയായി. മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി എന്ന് 1950 പാപ്പ പുറപ്പെടുവിച്ച സന്ദേശം വചനവിരുദ്ധമെന്ന് ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് തരുവാനായിട്ടിടയായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മാതാവ് ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ അവൾ മരിച്ചേ മതിയാകൂ എന്നത് എത്രയോ വ്യക്തമെന്ന് കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നത്. ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് എന്റെ യേശു ക്രിസ്തുവിന്റെ വചനമാകിയാൽ മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി ഇന്നും സ്വർഗരാജ്ഞിയായി ഇരിക്കുന്നു എന്ന ഊഹം ശരിയല്ലെന്ന് ധരിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കാരണം അന്ത്യകാഹളം മുഴങ്ങുമ്പോഴാണ് അക്ഷയായി ശരീരത്തിന് രൂപാന്തരം വന്ന് ഉയർക്കുന്നത്. മാതാവും അന്നും ഉയർക്കും എന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുവാനായിട്ടിടയായി. മാതാവെന്നല്ല, മരിച്ചുപോയ ഓരോ വ്യക്തിയുടെയും സ്വസ്ഥതയ്ക്ക് ഇളക്കം തട്ടിക്കുവാൻ ഇന്നും ഭൂമിയിൽ നിന്ന് ഉയരുന്ന യാതൊരു പ്രാർത്ഥനയ്ക്കോ നൊവേനയ്ക്കോ കൊന്തയ്ക്കോ രൂപങ്ങൾക്കോ യാതൊന്നിനും സാധ്യമല്ല. മറിയമടക്കം നിദ്ര പ്രാപിച്ച സകല വിശുദ്ധർ ഇന്ന് സ്വസ്ഥതയിലാണ്. അവർക്ക് യാതൊന്നും ചെയ്ത് അധ്വാനിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ സഹായം ആരായണമെന്ന് ഉപദേശിക്കുന്നവർ അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന്. ഞാൻ പലപ്പോഴും വചനങ്ങൾ വായിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും ഞാൻ കർത്താവിന്റെ അടുത്ത് ചോദിച്ചു, കർത്താവെ, ഇത്ര വ്യക്തമായിട്ട് ഈ വചനം എഴുതി വെച്ചിട്ട് ഇത്രയും നാൾ ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാവർക്കും സാധ്യമല്ല. കർത്താവിന് വേണ്ടി ആര് ഭോഷനാകും? എന്റെ കർത്താവ് വചനത്തിലൂടെ ഇടപെട്ടതിനാൽ ഗീവർഗീസ്, അന്തോനീസ്, യൂദ, മാതാവ്, ഔസേപ്പ് തുടങ്ങിയവരോടുള്ള മധ്യസ്ഥത ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന എന്റെ യേശു ക്രിസ്തുവിനോട് മാത്രം മധ്യസ്ഥം വഹിക്കാനുള്ള വൻ ഭാഗ്യം എന്റെ കർത്താവിന് കിട്ടും. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ